അള്ളാഹുവിൻ്റെ മഹത്തരമായ ഇസ്മുകളിൽപ്പെട്ട ഒരിസ്മാണ് മുഈദ് എന്നത്. മടക്കുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 124. ഒരു വസ്തു ഇല്ലാതെയായതിൻ്റെ ശേഷം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അതിനെ വീണ്ടും മടക്കിക്കൊണ്ടുവരുന്നു. ഒരു വസ്തു ആദ്യമായി സൃഷ്ടിക്കപ്പെടുന്നതിന് നമ്മൾ ഇബ്ദാ എന്നാണ് പറയുക. അത് നശിച്ച് പോയതിൻ്റെ ശേഷം വീണ്ടും അതിനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ അതിന് ഇആദത്ത് എന്നും പറയും. ഇബ്ദാ നടത്തുന്നവൻ മുബ്ദി ആണ്, ഇആദത്ത് നടത്തുന്നവൻ മുഈദുമാണ്. മുഈദ് എന്നതിന് മടക്കുന്നവൻ എന്ന് അർത്ഥം ഉണ്ട്. ആ മടക്കുന്നവൻ എന്ന അർത്ഥം 2 രൂപത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, മനുഷ്യനെ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് പടച്ചു. അപ്പോൾ അള്ളാഹു മുബ്ദി ആണ്. ആ ഇല്ലായ്മയിൽ നിന്ന്, മറ്റൊരർത്ഥത്തിൽ മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യനെ മണ്ണിലേക്ക് തന്നെ അള്ളാഹു മടക്കുന്നു. അപ്പോൾ അള്ളാഹു മുഈദാണ്. മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യനെ മണ്ണിലേക്ക് തന്നെ മടക്കുന്നവനാണ്. ഇനി ആ മണ്ണിൽ അവൻ നശിച്ചു പോയതിൻ്റെ ശേഷം വീണ്ടും അവനെ അള്ളാഹു പുനർജീവിപ്പിക്കുക എന്ന നിലക്ക് മടക്കുന്നു. ആ അർത്ഥത്തിലും അള്ളാഹു മുഈദാണ്. അപ്പം ഏതൊരു വസ്തുവിനെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ആ വസ്തുക്കളെയൊക്കെ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ആ സൃഷ്ടിച്ചതിൻ്റെ ശേഷം വീണ്ടും അതിനെ നശിപ്പിക്കുന്നു, വീണ്ടും അതിനെ അള്ളാഹു തആല മടക്കിക്കൊണ്ടുവരുന്നു. ചെടികളും സസ്യങ്ങളും മരങ്ങളുമൊക്കെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവകളെ ആദ്യം അള്ളാഹു സൃഷ്ടിച്ചു, പിന്നെ അത് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കിയതിൻ്റെ ശേഷം വീണ്ടും അതിനെ അള്ളാഹു മടക്കിക്കൊണ്ടുവരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ച് അവനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവൻ്റെ ഖബറിൽ മൂടുകല്ല് വെച്ചതിൻ്റെ ശേഷം 3 പിടി മണ്ണിടണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. അള്ളാഹുവിൻ്റെ മുബ്ദി, മുഈദ് എന്നീ ഇസ്മുകളെ ഓരോ വിശ്വാസികളെ കൊണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത്. മണ്ണിൽ നിന്നാണ് നാം നിന്നെ സൃഷ്ടിച്ചത്. നിന്നെ സൃഷ്ടിച്ച ആ മണ്ണിലേക്ക് തന്നെ നിന്നെ മടക്കുന്നു. ഇനി ആ മണ്ണിൽ നിന്ന് മറ്റൊരു പ്രാവശ്യം കൂടി നിന്നെ നാം മടക്കിക്കൊണ്ടുവരും. ഇവിടെ ഈ 3 ആയത്തുകൾക്ക്, ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലുന്ന ഈ ആയത്തുകൾക്ക് പല അർത്ഥതലങ്ങളും വിശദീകരണങ്ങളുമുണ്ട് എന്നാണ്. ഒരു മനുഷ്യനെ ഭൂമിയിലെ ഏത് ഭാഗത്തു നിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ ഭാഗത്തായിരിക്കും അവൻ്റെ ശരീരം ലയിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ശരീരം മറവ് ചെയ്യപ്പെടുക എന്നാണ്. അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ശരീരം സൃഷ്ടിക്കാൻ മദീന മുനവ്വറയിൽ നിന്നാണ് അള്ളാഹു മണ്ണെടുത്തത്.
അതുകൊണ്ട് നബി തങ്ങളുടെ ഖബറു ഷരീഫ് മദീനയിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹത്വമായിട്ട് പണ്ഡിതന്മാർ പറയാറുള്ള ഒരു കാര്യം, നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു മണ്ണ് എടുത്തതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഈ രണ്ട് മഹാരഥന്മാരുടെ ശരീരം സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് എന്നാണ്. അത് മറ്റൊരു തലത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ്. അപ്പം അള്ളാഹു മുഈദാകൽ അത് രണ്ട് അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മുഈദ് എന്ന പദവുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയാണ്? ഏത് കാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ അവനിലുണ്ടായാലും എനിക്ക് മടങ്ങാനുള്ളത് അള്ളാഹുവിലേക്കാണ്, എന്നെ മടക്കുന്നവൻ അള്ളാഹുവാണ്, ഇനിയും എന്നെ മടക്കിയാൽ വീണ്ടും മടക്കി സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ് എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ സർവകാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. ഇത് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ്. ഈ ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, മഹത്തുക്കൾ പഠിപ്പിച്ചു, നിന്നിൽ ഉണ്ടായിരുന്ന ഖൈറാത്തുകൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നീ മടക്കി കൊണ്ടുവരണം. ഒരുപാട് നന്മകൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു നന്മ നാം കേട്ടാലും നാം വളരെ ആവേശത്തോടെ അത് തുടങ്ങാറുണ്ട്. പക്ഷെ പല നന്മകളും നമ്മൾ നിലനിർത്തിപ്പോരുന്നതിൽ പരാജയപ്പെടലാണ്. എന്തെങ്കിലും ഒരു നല്ല വിഷയം കേൾക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കും, എന്നിട്ട് ചെയ്തു തുടങ്ങും. പക്ഷെ പലപ്പോഴും അത് പിശാചിൻ്റെ പ്രേരണ കൊണ്ടോ ശരീരത്തിൻ്റെ മടി കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങളെ കൊണ്ടോ അത് മുറിഞ്ഞു പോകലാണ്. അപ്പം നമ്മളിൽ മുറിഞ്ഞു പോയ വല്ല ഖൈറുകളുമുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മടക്കിക്കൊണ്ടുവരണം. കുടുംബബന്ധം ചാർത്തുന്ന വിഷയം നമ്മളിൽ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞു പോയതിനെ നമ്മൾ നന്നാക്കിയിട്ട് വീണ്ടും ആ ആദ്യത്തെ നല്ല അവസ്ഥയിലേക്ക് മടങ്ങുക. ഹദ്ദാദ് ഓതുന്ന പതിവ് നമ്മളിൽ ഉണ്ടായിരുന്നു, പിന്നീട് മുറിഞ്ഞു പോയതാണെങ്കിൽ വീണ്ടും ആ ഹദ്ദാദ് ഓതുന്ന പതിവ് നമ്മൾ മടക്കിക്കൊണ്ടുവരിക. ഇങ്ങനെ മുറിഞ്ഞുപോയ നന്മകളെയൊക്കെ മടക്കിക്കൊണ്ടുവരിക. മനുഷ്യന്മാർക്ക് ഗുണം ലഭിക്കുന്ന ഖിദ്മാത്തുകൾ തീർച്ചയായും അതൊക്കെ നമ്മൾ ചെയ്യുക. ജനങ്ങളെ ജീവിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ സർവ്വജനങ്ങളെയും ജീവിപ്പിച്ചവരെ പോലെയാണ് എന്ന് ഹദീസുകളിലൊക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിലുള്ളതുപോലെ, ഒരു മരിച്ചു കിടക്കുന്ന ഭൂമിയെ ഹയാത്താക്കിയാൽ മരിച്ചു കിടക്കുന്ന സർവ്വഭൂമികളെയും ഹയാത്താക്കുന്നത് പോലെയാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തുക. അതുപോലെ തന്നെ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇത് പല തവണ ആവർത്തിച്ച് നാം ഓതുമ്പോൾ, ഇതിൻ്റെ അബ്ജദിയ്യത്ത് പ്രകാരമോ അതിലധികമോ ഓതുമ്പോൾ മറന്നുപോയ പല വിഷയങ്ങളും, ഓർക്കേണ്ടുന്നതായ പല വിഷയങ്ങളും അതൊക്കെ ഓർമ്മയിലേക്ക് വരാൻ സഹായകമാകും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും അല്ലാഹു തആല ഇതിനെ കൂടുതലായി ചൊല്ലലിലൂടെ നമ്മളിലേക്ക് തന്നെ എത്തിച്ചു തരും. നമുക്കുണ്ടായ പല നഷ്ടങ്ങളും നാശങ്ങളും അതൊക്കെ ഇല്ലാതെയാക്കി അള്ളാഹു നല്ല അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും. പല മറഞ്ഞ കാര്യങ്ങളും അള്ളാഹു നമുക്ക് അറിയിച്ചു തരും. ഇങ്ങനെ പല ഗുണങ്ങൾ ഈ ഇസ്മിനുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.